Now to him who is able to do exceedingly abundantly above all. ശ്രദ്ധിച്ചു കേട്ടണം. Exceedingly abundantly all that we ask or think. ചോദിക്കണ്ട, ചിന്തിച്ചാൽ മതി. അതാണ് പറയുന്നത്. God is able to do exceedingly abundantly what we ask or think. Think എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക. നിങ്ങൾ ചോദിക്കണ്ട, ചിന്തിച്ചാൽ മതി. പ്രതികൂലമാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രതികൂലമാണ് വരുന്നത്. അനുകൂലമാണ് ചിന്തിക്കണ അനുകൂലമാണ് വരുന്നത്. അങ്ങനെയല്ലേ വചനം പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഐ ടോൾഡ് യു വൈ സം പീപ്പിൾ ആർ നോട്ട് ബ്ലെസ്ഡ്. ദേ ആർ തിങ്കിങ് നെഗറ്റീവ് തിങ്സ്. ആൾക്കാർ എന്താ വിടുതൽ കിട്ടാത്തത്? അവരെല്ലാം പ്രതികൂലമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The power of God will come in your house and change your circumstance. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് പുറത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് മാറും. എത്ര പേർക്ക് മനസ്സിലായി? സോ യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ശക്തിയെ കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ചിന്തിക്കണം. യു ആർ നോട്ട് എ കോമൺ മാൻ. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. ഇമാജിൻ ദാറ്റ് യു ആർ ക്യാരിങ് എ 11 kV പവർ ഇൻ യു. നമ്മൾ കണ്ടിട്ടില്ലേ? ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? ആരെങ്കിലും പോയി തൊടുവോ? ട്രാൻസ്ഫോമറിൽ ആരെങ്കിലും തൊടുവോ? ദ പവർ ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ദ ട്രാൻസ്ഫോമർ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ആ ട്രാൻസ്ഫോമറിനേക്കാളും വലുതാണ്. സോ യു കനോട്ട് ഗോ ടു എവറി പ്ലേസ്. ഈ ട്രാൻസ്ഫോമർ കൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുക. നിങ്ങൾ കരിഞ്ഞു പോകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ബേണിംഗ് യു, ബട്ട് വെൻ യു ഗോ ടു അതർ പീപ്പിൾ നിയർ ബൈ ദേ വിൽ ബി ബേൺഡ്. എത്ര പേർക്ക് മനസ്സിലായി? എന്തായി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ശക്തി അങ്ങോട്ട് വെളിപ്പെടാത്ത എന്താണ്? എല്ലായിടത്തും പോവും. വല്ല പിടികിട്ടിയ? ഡോണ്ട് ഗോ എവരിവെയർ. ഗോ വെയർ ഓൺലി ദ പവർ ക്യാൻ ഗോ. വല്ല പിടികിട്ടിയ? നിങ്ങളൊരു റോബോട്ടാണെന്ന് വെച്ചോ. ഇമാജിൻ ദാറ്റ് യു ആർ എ റോബോട്ട് ആൻഡ് ദ ട്രാൻസ്ഫോമർ ഇസ് ദർ ഇൻസ്റ്റാൾഡ് ഇൻ യു. നിങ്ങളുടെ ഈ റോബോട്ടായ ശരീരത്തിൽ ഒരു ട്രാൻസ്ഫോമറിനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിക് ട്രാൻസ്ഫോമർ, പവർഫുൾ 11 kV. നിങ്ങൾ ചാകത്തില്ല. കാര്യം എന്താ? നിങ്ങൾ റോബോട്ടായിട്ട്. വേറെ ഒരാൾ വന്നാലോ ചത്തു. വൈ ഗോഡ് ഈസ് നോട്ട് റിലീസിങ് ദ പവർ ഫ്രം യു? ബിക്കോസ് ഗോഡ് ഈസ് വാച്ചിങ് യു, വാട്ട് യു ആർ തിങ്കിങ്, വാട്ട് യു ആർ ഡൂയിങ്. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു ഹാൻഡിൽ ദ അനോയിന്റിങ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അഭിഷേകത്തെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. യു കനോട്ട് ഗോ ടു എവറി വെഡിങ് ഹൗസ്. എല്ലാ കല്യാണ വീട്ടിലേക്ക് ഓടിച്ചെല്ലി പോലെ. യു കനോട്ട് ഗോ ടു എവറി ഹൗസ്. എല്ലാ വീട്ടിലേക്കും കയറി പോകല്. കാര്യം ഈ ട്രാൻസ്ഫോമറിന് പോകാൻ പറ്റുന്നിടത്തേ പോകാൻ പറ്റത്തുള്ളൂ. Why the power is not coming out? Because God is watching you and you are taking the Holy Spirit to everywhere. ദൈവത്തിൻ്റെ ആത്മാവിനെ എല്ലായിടത്തും കൊണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പിടികിട്ടിയ? Before going somewhere, ask the Holy Spirit, shall I go there? നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ഞാൻ എവിടെ പോകട്ടെ എന്ന് ചോദിക്കണം. If it is Sunday, when somebody invites you for a housewarming or wedding, ഞായറാഴ്ച ദിവസം നിങ്ങളെ ഒരാൾ പാലുകാച്ചിനോ കല്യാണത്തിനോ വിളിച്ചാൽ ഉടനെ കയറിപ്പോലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് എന്ത് പറയും? കല്യാണത്തിന് പോകാൻ പറയുമോ ആരാധനയ്ക്ക് വരാൻ പറയും? വല്ല പിടിയിട്ട്. അവ ഇതിലൊക്കെയാണ് വിടുതലിരിക്കുന്നത്. എന്താ? വൈ സം പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ഡെലിവറൻസ്? They are not asking the opinion of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആലോചന ചോദിക്കുന്നില്ല. The power will work in you effectively according to your obedience and according to your belief.
നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സമർപ്പണവും മൂലമായിരിക്കും ആ പവർ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പവർ ഉണ്ടെന്ന് എന്തായാലും ഉറപ്പായി. എത്ര പേർക്ക് മനസ്സിലായി? സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് you have to be submissive into the hands of God. You have to make God happy. നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കണം, നിങ്ങളെയല്ല സന്തോഷിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യനെയല്ല സന്തോഷിപ്പിക്കേണ്ടത്, ദൈവത്തെയാണ് സന്തോഷിപ്പിക്കേണ്ടത്. First you have to make God happy, then you can make others happy. If you make people happy, God will not be happy with you. നിങ്ങൾ ലോകത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് സന്തോഷമാകത്തില്ല. സോ there is a strategy to see the miracles. അത്ഭുതങ്ങൾ കാണാനായിട്ട് ബൈബിളിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം പോയെങ്കിലേ അത്ഭുതങ്ങൾ കാണത്തുള്ളൂ. എങ്ങനെയെങ്കിലും നടന്നതുകൊണ്ട് അത്ഭുതം കാണത്തില്ല. വല്ല വേണ്ടിയിട്ടാ സം പീപ്പിൾ ഡസ് നോട്ട് ലൈക്ക് വാട്ട് ഐ എം. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ല. What David was saying, what the psalmist is saying, it was good for me that I have been tortured. 119:71 വായിച്ചേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ആ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായത്. അപ്പൊ ചട്ടങ്ങളാണ് പഠിക്കേണ്ടത് ഇവിടെ. ചട്ടം പഠിക്കണേ എന്താണ്? കഷ്ടത വരണം. കർത്താവെ കഷ്ടത എടുക്കണേ എന്ന് പാർത്തുകൊണ്ടിരുന്ന ചട്ടം പഠിക്കത്തില്ല. ചട്ടം പഠിച്ചെങ്കിലേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? സോ God will do miracles when you are submissive to the word of God. നിങ്ങൾ ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. When you are submissive to the word of God, the glory of the Lord will come upon you. നിങ്ങൾ ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മഹത്വം നിങ്ങളിൽ വസിക്കും. When you are submissive to the word of God, the anointing of the Lord will rest upon you. ദൈവവചനത്തിന് നിങ്ങൾ കീഴ്പ്പെടുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ വസിക്കും. അപ്പോൾ why the problems are coming in your life? എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത്? God wants to test you whether that person is fit to carry the anointing and glory. എല്ലാം പിടികിട്ടിയ? എന്തിനാ ഒരാളുടെ ജീവിതത്തിൽ കഷ്ടം കൊണ്ടുവരുന്നത്? അയാൾക്ക് ആ കഷ്ടം സഹിച്ച് ദൈവത്തിന്റെ ശക്തിയെ വഹിക്കാൻ കഴിവുണ്ടോ എന്നറിയാനാണ്. Why this keyboard is there standing without falling? എന്തുകൊണ്ടാണ് ഈ കീബോർഡ് താഴോട്ട് വീഴാതിരിക്കുന്നത്? Because the stand is stronger than the keyboard. കീബോർഡിനേക്കാളും ബലമുള്ളതാണ് അതിന്റെ സ്റ്റാൻഡ്. എല്ലാം പിടികിട്ടിയ? So when the power should come upon you, you should be able to handle the power. ഈ പവറിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പക്വത വേണം. We will tell everyone to stand there. ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ. We will tell them, you stand outside, don't come before or late. ഒരു കറക്റ്റ് ടൈമിൽ വരാൻ പറയും. എന്തിനാണ്? It is a practice. It is a practice to handle everything. അപ്പോൾ ആരെങ്കിലും പറയുമോ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? If you want to become a powerful minister, you have to start the ministry from the lower level. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ താഴത്തെ തട്ടിന്ന് വേണം തുടങ്ങാനായിട്ട്, പുൾപിറ്റിൽ നല്ല തുടങ്ങേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? If you want to be used by God powerfully, you have to start the ministry from the lower level.
ഐ ഗോട്ട് ദിസ് റെവലേഷൻ വെൻ ഐ ടുക്ക് ബാപ്റ്റിസം. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എനിക്ക് ഈ വെളിപ്പാട് ദൈവം തന്നു, ആരും പറഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു.